Today we are starting a new module in physical chemistry, that is module 4 chemical equilibrium. ഈ ഒരു റെപ്രസെൻറ്റേഷൻ തന്നെ നിങ്ങൾക്ക് കോമൺ ആണ് അല്ലേ? വാട്ട് ഇറ്റ് ഇസ്, ഈ ഹാഫ് ആരോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫോർവേഡ് റിയാക്ഷൻ എന്നും ഈ ഒരു ഹാഫ് ആരോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെന്ന് നമുക്കറിയാം. ഈ രണ്ട് ആരോനെ നമ്മൾ ഒരുമിച്ച് എഴുതുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ഷോയിങ് എ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. സോ ദിസ് മോഡ്യൂൾ ഇസ് കെമിക്കൽ ഇക്വിലിബ്രിയം. വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണിത് കെമിക്കൽ ഇക്വിലിബ്രിയം. പക്ഷെ നമ്മൾ ഈ ഒരു ഇയറിൽ ഈ ഒരു സെമ്മിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് ദ കെമിക്കൽ ഇക്വിലിബ്രിയം. അത് മാത്രമല്ല റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ Kc, Kp, Kx, then thermodynamic derivation of equilibrium, chemical equilibrium. മോർ ദാൻ ദാറ്റ് നമുക്ക് ഈ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത അല്ലേ, വി കനോട്ട് ലീവ് എ പെർട്ടിക്കുലർ പ്രിൻസിപ്പിൾ കോൾഡ് ദ Le Chatelier principle, and we also explain its application to chemical and the physical equilibrium. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് പറയാനുണ്ട്. എനിവേ അതിലോട്ടൊക്കെ എൻ്റർ ചെയ്യുന്നതിൻ്റെ മുൻപ് ഞാൻ പറയുന്നത്, ഈ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന, നമുക്ക് ഓൾറെഡി ഈസി ആയിട്ടുള്ള കുറച്ച് ടേംസുകളുണ്ട്. അത് നമുക്കൊന്ന് റീകോൾ ചെയ്തെടുക്കാം. ഫസ്റ്റ് വൺ ഈസ് റിവേഴ്സിബിൾ റിയാക്ഷൻ. വാട്ട് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ? നമുക്കറിയാം, ഒരു റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറുന്നതിന് ഞാൻ എന്ത് പറയുന്നു, ഒരു റിയാക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ റിയാക്റ്റൻസ് പ്രോഡക്റ്റായി മാറുകയും അതുപോലെ തന്നെ ആ പ്രോഡക്ട്സിന് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഇസ് കോൾഡ് ദ റിവേഴ്സിബിൾ റിയാക്ഷൻ. ദാറ്റ് ഈസ് എ റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ ദ ഫോർവേഡ് റിയാക്ഷൻ and also in the backward reaction simultaneously is called a reversible reaction. ഞാനിവിടെ ഒരു ഇക്വേഷൻ വൈസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കാം, A+B റിവേഴ്സിബിൾ ആരോ C+T. ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, റിവേഴ്സിബിൾ ആരോ. ഓക്കെ, ഒരിക്കലും ഗിബ്സ് എന്ന് പറയില്ല. ഗിബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ ഒരു ഇക്വേഷൻ എനിക്ക് എങ്ങനെ പറയാം, രണ്ടായിട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഹൗ A+B gives C+D or C+D gives A+B. ഈ ഒരു രണ്ട് കണ്ടീഷനെയും ഞാൻ ഒരുമിച്ച് പറയുമ്പോഴാണ് അത് എങ്ങനെ വരുന്നത്, വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ത്രൂ റിവേഴ്സിബിൾ ആരോ. ഓക്കെ, നെക്സ്റ്റ് ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചു. നോക്കി എങ്ങനെയാണ്, എക്സിൽ ഞാൻ എന്തെടുത്തു, ടൈം എടുത്തു, വൈ ആക്സിസിൽ ഞാൻ റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ റേറ്റ് എടുത്തു. ദിസ് ഇക്വേഷൻ ക്യാൻ സ്പ്ലിറ്റഡ് ഇൻ ടു ടു റിയാക്ഷൻ. H2 plus I2 give reversible arrow 2HI can be splitted into first the forward reaction as H2 plus I2 give 2HI, and the reverse reaction as 2HI gives H2 plus I2. So at a particular point the rates will be same. So that state is called the equilibrium state. Then അതിന് കുറച്ച് എക്സാമ്പിൾസ്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമുക്കറിയാം, N2 plus 3H2 reversible arrow 2NH3. ഇത് രണ്ടായിട്ട് എനിക്ക് പറയാൻ പറ്റും, the forward reaction which is an exothermic and the backward reaction is an endothermic. നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഒരൊറ്റ ഇതായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ല, here I am explaining, here I am showing many other examples for the equilibrium, that means the reversible reaction. The other is N2 plus O2 giving nitric oxide, then ammonium chloride changes into ammonia and HCl. Anyway, it can change or it can reverse to N2 plus HCl can form into NH4Cl. Next is sulfur dioxide plus oxygen giving sulfur trioxide. Then H2 നമ്മൾ already പറഞ്ഞു. Then the last one is PCl5 reversible arrow PCl3 plus Cl2. ഇത് മാത്രമല്ല, ഒരുപാട് റിയാക്ഷനുകൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന എക്സാമ്പിൾസുകൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ടേം ഇസ് കെമിക്കൽ ഇക്വിലിബ്രിയം. എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സിൽ അല്ലേ, ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ നമ്മൾ പറയുന്ന, അവിടെ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന ഒരു ടേമാണ് എന്ത്, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. വാട്ട് ഇറ്റ് ഇസ് കെമിക്കൽ ഇക്വിലിബ്രിയം? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഒരു സ്റ്റേറ്റ് ആണ്. എങ്ങനെ? വെൻ ബോത്ത് ദ ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ദ ബാക്ക്വേർഡ് റിയാക്ഷൻ ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ ഈക്വൽ റേറ്റ്സ്. ആ ഒരു സമയത്ത് ആ ഒരു ഇക്വിലിബ്രിയം, ആ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എനിക്ക് എന്ത് പറയാൻ പറ്റും, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റും. That is when both the forward and the backward reaction takes place equal rates without undergoing any change in the system. If it makes any change, we cannot say that it is a equilibrium. If it is not undergoing any change in the system, then we can say that that system is in equilibrium. So this is the one of the definition for chemical equilibrium, and the other definition is that it is a state of the reversible reaction when the two opposing reactions
occur at the same time, and the concentration of the reactant and product do not change with the time. That means it's not undergoing any change to that system. Okay, that is called the chemical equilibrium. Next, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റാണ് the law of mass action. It has a very great application in the field of the chemical equilibrium. It was found by two Norwegian chemists, Gullberg and Weig, and studied experimentally a large number of chemical reactions. In 1804, they generalized, here it is not the, it is a they generalized, called the LMA. That means a law of mass action. എന്താണ് law of mass action എന്ന് പറയുന്നത്? It states that the rate of chemical reaction is proportional to the active masses of the reactants. ഒരു റിയാക്റ്റൻസിൻ്റെ ആക്റ്റീവ് മാസസിന് ഇത് പ്രൊപ്പോർഷണൽ ആര് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ we can give another definition for the LMA. That means LMA states that the rate at which a substance reacts is directly proportional to its active mass, and the rate of a chemical reaction is directly proportional to the product of active masses of the reactant. ഇവിടെ ഇക്വേഷൻ നമുക്ക് കാണിക്കാം. A plus B reversible arrow C plus D, Kf which represent the rate constant for the forward reaction, and Kb which represent the rate constant for the backward reaction. Okay, in the rate of forward reaction consider ചെയ്യാന്ന് വിചാരിക്കുക. LMA എന്താ പറഞ്ഞിട്ടുള്ളത്? The rate of the reaction അല്ലേ, ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. The rate of a chemical reaction is directly proportional to the product of the active masses of the reactant എന്നാണ്. അപ്പോൾ ഞാനിവിടെ റേറ്റിന് ഞാൻ കൺസിഡർ ചെയ്തു അല്ലേ. ഫോർവേഡ് റിയാക്ഷൻ ആണെങ്കിൽ എങ്ങനെ വരും? It is directly proportional to the concentration of the reactants, that is E and B. നമ്മൾ ഈ ക്രോസ് ബ്രാക്കറ്റ് കൊടുക്കുന്ന ഈ ബ്രാക്കറ്റ് കൊടുക്കുന്നത് എന്തിനാണ്? കോൺസെൻട്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. സോ RF is the rate of forward reaction, which is directly proportional to concentration of A into concentration of B. Okay, then RF is equal to like proportionality constant, proportionality അങ്ങ് ചേഞ്ച് ചെയ്തു, ഒരു കോൺസ്റ്റൻറ്റ് കൊടുത്തു Kf, that is the rate constant for the forward reaction into concentration of A into concentration of B, which is represented with the equation 1. ഇനി ബാക്ക്വേർഡ് റിയാക്ഷൻ കൺസിഡർ ചെയ്തേ. ഇപ്പോൾ നമ്മൾ നോക്കി ഈ ഒരു ഇക്വേഷൻ വീണ്ടും നോക്കണം. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. C plus D gives A plus B. അപ്പോൾ ഏതാണ് എൻ്റെ റിയാക്റ്റൻ്റ് വരുന്നത്? C plus D ആണ് റിയാക്റ്റൻ്റ് വരുന്നത്. C plus D ആണ് ഞാൻ പിന്നീട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ, you know that rate is directly proportional to the product of the active masses of the reactant. In the case of the backward reaction, our reactants is C and D. So we can write the equation as RB is directly proportional to concentration of C into concentration of D, where RB is equal to Kb into concentration of C into concentration of D, where Kb is the rate constant for the backward reaction. We know that at equilibrium, both the forward and backward reaction will be equal. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അല്ലേ. ഇത് റിവേഴ്സിബിൾ റിയാക്ഷന്, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്സിനെ ഞാൻ ഈക്വലൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ വരും? ഞാൻ ഈ ഇക്വേഷൻ 1നെയും 2നെയും അങ്ങനെ ഒരുമിച്ച് എഴുതി അല്ലേ, ഈക്വൽ ആയിട്ട് എഴുതി. Kf into concentration of A into concentration of B, which is equal to Kb into concentration of C into concentration of D. So from this equation I can write in another format. Kf by Kb is equal to concentration of C into concentration of D divided by concentration of A into concentration of B. Okay, Kf by Kb, that means forward rate constant for the forward reaction divided by the rate constant for the backward reaction is replaced with another term Kc or K equilibrium. ഈ രണ്ട് ടേമിലും എനിക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യണം, either Kc or K equilibrium. Both it represent equilibrium constant. Equilibrium constant ഒരു ഇക്വേഷൻ എനിക്ക് പറയാൻ പറ്റുന്നത് is concentration of C into concentration of D divided by concentration of A into concentration of B. നിങ്ങൾ നോക്കി, ഈ ഒരു ഇക്വേഷനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷനിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, it is the product of the product divided by
പ്രോഡക്റ്റ് ഓഫ് ദ റിയാക്റ്റൻസ്. അങ്ങനെയുള്ള ഇക്വേഷൻ വരുന്നത്. ഞാനൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ കൺസിഡർ ചെയ്തത് ഇങ്ങനെയായിരുന്നു, എ പ്ലസ് ബി റിവേഴ്സിബിൾ ആരോ സി പ്ലസ് ഡി. ആ ഒരു ഇക്വേഷൻ വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇക്വേഷൻ എങ്ങനെ പറയാൻ പറ്റും? ദാറ്റ് ഈസ് Kc is equal to പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ. ഇവിടെ സിയും ഡിയും എന്താണ്? പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ആയിരുന്നു. ഏത് ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ? ടോട്ടൽ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ എയും ബിയും എന്താണ്? റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ ആണ്. ദാറ്റ് ഈസ് Kc can be also called as product concentration divided by the reactant concentration. Next നമ്മൾ ചെയ്യുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻസിനെ, ഈ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ദ കോൺസെൻട്രേഷൻ ആൻഡ് ആക്ടിവിറ്റി, പാർഷ്യൽ പ്രഷർ, മോൾ ഫ്രാക്ഷൻ, ഇങ്ങനെ ഒരുപാട് ടേംസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും സിമ്പിളാണ്. അതിൽ ആദ്യം പറയുന്നതൊന്നും കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഞാൻ ഫസ്റ്റിൽ പറയാൻ പോകുന്നു, നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുള്ള Kc അല്ലെങ്കിൽ K ഇക്വിലിബ്രിയ, ആ ഒരു ഇക്വിലിബ്രിയത്തെ എനിക്ക് എങ്ങനെ കോൺസെൻട്രേഷൻ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനിവിടെ നോക്കുന്നത്. So again I considered the general equation, what it is, A plus B reversible arrow, C plus D where Kf is a forward reaction and Kb is a backward reaction. ഇവിടെ ഇക്വേഷൻ ഒരു ചേഞ്ച് ഉണ്ട് അല്ലേ? നേരത്തെ ഇതിൽ നിന്ന് കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. എന്താണ്? ഞാൻ ഇവിടെ സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ സി ആൻഡ് സ്മോൾ ലെറ്റർ ഡി. They can be called as the stoichiometric coefficients of this balanced equation. A, B, C, D are the stoichiometric coefficients. ഇപ്പോൾ ഈ ഒരു റിയാക്ഷനെ ഞാൻ നേരത്തെ എഴുതിയതുപോലെ തന്നെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ലോ ഓഫ് മാസ് ആക്ഷൻ ഞാൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് ഇവിടെയും എനിക്ക് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും എനിക്ക് എഴുതാനായിട്ട് കഴിയും. Here I am writing the first one, that means the rate of forward reaction RF directly proportional to concentration of A raised to A into concentration of B raised to B. ഇവിടെ ഈ ഒരു എയും ബിയും മാത്രമാണ് നമുക്ക് എന്തുള്ളത്? പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. ഈ എയും ബിയും എന്താണ്? ഇറ്റ് ഈസ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ്. ഇത് നമ്മൾ ഒരിക്കലും കെമിക്കൽ കൈനറ്റിക്സിനകത്തുള്ള ആ ഒരു ടേംസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? കൺഫ്യൂസ്ഡ് ആവരുത്. ലോ ഓഫ് മാസ് ആക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? റേസ് ടു എ ആൻഡ് റേസ് ടു ബി എന്നാണ് എഴുതുക. നിങ്ങൾ ഇത് ഇവിടെ പഠിച്ചിട്ടുണ്ടാവും. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും ആവറേജ് റേറ്റും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 1/a എന്നൊക്കെ ആയിരുന്നു റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? റേസ് ടു ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം റിയാക്റ്റൻസിൻ്റെ ടേംസിൽ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. So rate of forward reaction is directly proportional to A raised to A into B raised to B. Proportionality അങ്ങ് ചേഞ്ച് ചെയ്തു. Kf into A raised to A into B raised to B. നേരത്തെ അതേ പ്രൊസീജിയർ തന്നെ ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. നെക്സ്റ്റ് is a rate of backward reaction. RB directly proportional to C raised to C into D raised to D. ഞാൻ ആ പ്രൊപ്പോർഷനാലിറ്റി അങ്ങ് ചേഞ്ച് ചെയ്തു. Kb C raised to C into D raised to D. ഇത് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ എന്ത് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസിനെ കൺസിഡർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. We know that at equilibrium both the rate will be equal. That means rate of forward reaction will be equal to rate of backward reaction. ഞാൻ ആ റേറ്റിനെ രണ്ടിനെയും ഞാൻ ഇങ്ങനെ എഴുതി. Kf A raised to A into B raised to B which is equal to Kb into C raised to C into D raised to D. എന്ത് വന്നു? Kf by Kb C raised to C into D raised to D divided by A raised to A into B raised to B. നേരത്തെ അതേപോലെ തന്നെ ഞാൻ ഈ ഒരാളെ എന്തായിട്ട് കൺസിഡർ ചെയ്തു? Kc or K equilibrium which is equal to C raised to C. ആ ഒരു ചേഞ്ച് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. D raised to D divided by A raised to A into B raised to B. അപ്പോൾ ഇതാണ് എന്ത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ദ ടേംസ് ഓഫ് ദ കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് തന്നെയല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. അതെ, ഇത് തന്നെയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നമ്മളൊരു പെർട്ടിക്കുലർലി ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഒരു ജനറലൈസ്ഡ് ഫോമാറ്റിൽ നമ്മളൊരു കെമിക്കൽ ഇക്വിലിബ്രിയത്തെ പറയുകയും ഇക്വിലിബ്രിയം കോൺസ്റ്റത്തെ പറയുകയാണെങ്കിൽ നമ്മൾ കാണിക്കുന്നത് ആരുടെ ടേംസിലാണ്? കോൺസെൻട്രേഷൻ്റെ ടേംസിലാണ് നമ്മൾ നോർമലി ഒരു കെമിക്കൽ ഇക്വിലിബ്രിയത്തെ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ പിന്നെ നമ്മൾ ആരെയും കൂടെ ആഡ് ചെയ്തു? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസിനെയും കൂടെ കാണിച്ചു.
ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഇനി ഞാൻ ഒരു നമ്മൾ നേരത്തെ അല്ലേ ഒരു 2 റിയാക്ഷൻസിനെ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി 2 റിയാക്ഷൻസ് അല്ല, ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ഒരു ഡോട്ടഡ് ആയിട്ട് കാണിച്ചു. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഫോർ ദി ഇക്വേഷൻ? എന്ത് ചേഞ്ച് വരുന്നുള്ളൂ? Kc is equal to c raised to c into d raised to d into എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര റിയാക്ടൻസിനെ വേണമെങ്കിലും എത്ര പ്രോഡക്ട്സിനെ വേണമെങ്കിലും നമുക്ക് എത്ര റിയാക്ടൻസിനെ വേണമെങ്കിലും നമുക്ക് കാണിക്കാം അല്ലേ. ഇവിടെ ഇവിടെ ഇൻറ്റു ഡി ആണ് ഇ എഫ് ജി എത്ര വേണമെങ്കിലും കാണിക്കാം. ഇവിടെ അതുപോലെ എത്രയാണ് വേണ്ടതെന്നുള്ള അത്ര വരെ നമുക്ക് കാണിക്കാം. അത് ഇക്വേഷൻ വിൽ ബി സെയിം. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി. അപ്പോൾ എനിക്കൊരു ഡെഫിനിഷനായിട്ട് ഞാൻ ഇതിനെ പറയുകയാണ്. ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ എഫ് is defined as product of the equilibrium concentration of the products divided by product of the equilibrium concentration of the reactant, with each concentration term is raised to a power which is the stoichiometric coefficient of the balanced equation. ഇത് ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ അത് ഒരു ഇറ്റ്സ് നോട്ട് ഫെയർ. നമ്മൾ എങ്ങനെയാണ് നോക്കുക? അവിടെ നോക്കി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി is defined as the പ്രോഡക്റ്റ് ഓഫ് ദ അല്ലേ, ഇത് രണ്ടും പ്രോഡക്റ്റ് ആണ്, സിയും ഡിയും തമ്മിൽ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് ഓഫ് ദ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് അല്ലേ. ഇത് സിയും ഡിയും ആണ് അല്ലേ, കോൺസെൻട്രേഷൻ ടേംസ് ആണ്. ഈ സിയുടെയും കോൺസെൻട്രേഷൻ ആണ്, ഡിയുടെയും കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് ദ പ്രോഡക്ട്സ്, സിയും ഡിയും എന്ന് പറയുന്നത് റിയാക്ടൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അല്ലേ. Divided by product of the concentration terms of the reactants which is raised to a power. എന്ത് പവർ ആണ്? Stoichiometric coefficient. So it is defined as a product of the concentration terms of the products divided by the products of the concentration terms of the reactants and in which each term was raised. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, കോൺസെൻട്രേഷൻ ടേം വാസ് റേസ്ഡ് ടു എ പവർ വിച്ച് ഈസ് ദ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഐ എം ഗിവിങ് എൻ എക്സാമ്പിൾ, നോട്ട് വൺ എക്സാമ്പിൾ, 2 എക്സാമ്പിൾ. x2 + i2 ഗിവിങ് 2xi എങ്ങനെ കാണിച്ചു? ഈ ഒരു ഒറ്റ ഇക്വേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും അല്ലേ, നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റ്. ഞാൻ നോക്കൂ, hi raised to 2 divided by h2 into i2. ഇത് സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ റേസ് ടു കാണിച്ചിട്ടുള്ളത്. ഈ 2 എന്ന് പറയുന്നത് സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് അല്ല അല്ലേ. ഇവിടെ 1h2 + 1i2 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ റേസ് ടു കാണിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? കോൺസെൻട്രേഷൻ ഓഫ് h2 raised to 1 into concentration of i2 raised to 1. ഓക്കെ, ഇതുപോലെ നെക്സ്റ്റ് 1 is n2 + 3h2 reversible arrow 2nh3. It can be shown as nh3 raised to 2. This is the stoichiometric coefficient. Then n2 raised to 1 എന്നാണെന്ന് വിചാരിക്കുക. Here it is 1. Then h2 raised to 3. Here the stoichiometric coefficient is 3. Okay. So this is the way in which equilibrium constant can be shown in the terms of the concentration. Next one, equilibrium constant in terms of partial pressure. So very simple one. നേരത്തെ പോലെ തന്നെ ഇവിടെ നമ്മൾ ആരുടെ ടേമിലാണ് നോക്കുന്നത്? പാർഷ്യൽ പ്രഷറിൽ. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഞാനൊരു ജനറലൈസ്ഡ് ഇക്വേഷനെ കൺസിഡർ ചെയ്തു. ഇനി കോൺസെൻട്രേഷൻ ടേംസിന് പകരം ഞാൻ ഈ ഒരു റിയാക്റ്റൻസിനെയും പ്രോഡക്ട്സിനെയും ഞാനൊരു പാർഷ്യൽ പ്രഷറിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ചേഞ്ച്? ആ ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് നോക്കാനുള്ളൂ. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ RF ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P. ഈ പി എന്ന് പറയുന്നത് എന്താണ് ഞാൻ നോക്കുന്നത്? ദിസ് ഈസ് എ പാർഷ്യൽ പ്രഷർ. പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്റ്റന്റ് എ വിച്ച് ഈസ് റേസ്ഡ് ടു എ. എ ഈസ് എ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേം, ഈ ഒരു സാധനമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ എ എന്നുള്ളതിനെയാണ് ഞാൻ എങ്ങനെ കാണിച്ചിട്ടുള്ളത്? പി എ റേസ്ഡ് ടു ഇ. ബി എന്നുള്ളത് ഞാൻ എങ്ങനെ കാണിച്ചു? പാർഷ്യൽ പ്രഷർ ഓഫ് P of B of B. B is a stoichiometric coefficient. അപ്പോൾ ഈ ഒരു ടേം മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. RF is equal to KF into PA raised to A into PB raised to B. Then the rate of backward reaction what will be? It is RB is directly proportional to P.
C raised to C into P D raised to D. ഒരിക്കലും കോഎഫിഷ്യൻസും അതിൻ്റെ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും തമ്മിൽ എന്ത് ചെയ്യാൻ ചെയ്യരുത്, മാറിപ്പോകരുത് അല്ലേ. നമ്മൾ സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും ആയിട്ട് തന്നെയാണ് അത് കാണിക്കുന്നത്. then RB is equal to KB into P C raised to C and P D raised to D, and it is given as equation number 2. നമുക്കറിയാം ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ രണ്ടും എന്താണ്, forward reaction will be equal to the backward. That means rate of forward reaction is equal to rate of backward reaction. ഞാൻ കാണിച്ചു KF by KB which is equal to KP. നേരത്തെ KC എന്നായിരുന്നു അല്ലേ, ഇവിടെ ഞാൻ എന്താ കാണിക്കുന്നത് KP. That means equilibrium constant K in the terms of partial pressure P. And the equation will be like this. ഓക്കെ, ഇപ്പോൾ ഒരുപാട് റിയാക്റ്റൻസുകളുണ്ടെങ്കിലും പ്രോഡക്ട്സുകളുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ വളരെ ഡോട്ടഡ് ഇട്ടിട്ട് കാണിക്കാൻ പറ്റും. സോ ദിസ് ഇസ് ദ ജനറലൈസ്ഡ് ഇക്വേഷൻ ഫോർ KP. That means concentration, equilibrium constant in the terms of partial pressure. ഓക്കെ, ഇനി ഇതിനൊരു ഡെഫിനിഷൻ നമുക്ക് പറഞ്ഞൂടെ, എങ്ങനെയാണ് പറയാൻ പറ്റുക? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ദ, ഇവിടെ കൊടുത്തിട്ടുണ്ട് equilibrium constant Kp is defined as the product of the equilibrium partial pressures of the products divided by product of the equilibrium partial pressures of the reactants, with each terms as raised to a power which is the stoichiometric coefficient of the balanced equation. നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ഡെഫിനിഷൻ തന്നെയാണ്. സിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? KP കൊടുത്തു. പാർഷ്യൽ ഇക്വിലിബ്രിയം നേരത്തെ എന്തായിരുന്നു? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്നുള്ളത് നമ്മൾ എന്ത് പറയുന്നു? ഇവിടെ പാർഷ്യൽ പ്രഷേഴ്സ് എന്ന് പറയുന്നു അല്ലേ. ആ ഒരു ചേഞ്ച് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഉണ്ടാവും. നോക്കി H2 + I2 റിവേഴ്സിബിൾ ആയ 2HI. നേരത്തെ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് HI raised to 2 എന്നായിരുന്നു എഴുതിയത്. ഇവിടെ അങ്ങനെയാണോ എഴുതുന്നത്? അങ്ങനെയല്ല, P C raised to C എന്നല്ലേ. ഇവിടെ C ആരാണ്? HI ആണ്. സോ P HI raised to 2. ഇനി P A raised to A എന്നല്ലായിരുന്നോ? അപ്പോൾ ഇവിടെ നോക്കിയാൽ P H2 raised to 1. I2 ആണെങ്കിൽ P I2 raised to 1. നോർമലി നമ്മൾ 1നെ കാണിക്കാറ്. സോ അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. N2 + 3H2 റിവേഴ്സിബിൾ ആരോ 2HI. അപ്പോൾ ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ എന്നുള്ളത് നോക്കണം. ഇക്വേഷൻസ് എല്ലാം സെയിം തന്നെയാണ്, പക്ഷേ റെപ്രസെൻറ്റേഷൻ എന്താണ്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. PNH3 raised to 2 PN2 into PH2 raised to 3. The Kp and Kc at a constant temperature are not affected by the factors such as, they are not affected by the factors such as actual quantities of the reactants. They can contain the presence of catalyst, then the presence of inert materials, and also the pressure of the system. Instead, the Kp and Kc vary only with the temperature. If a temperature varies, the Kp and Kc can be changed. The equilibrium, next is the equilibrium constant in terms of activities. ഓക്കെ, ആക്ടിവിറ്റിയുടെ ടേമിൽ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി നമുക്ക് ഇപ്പം തന്നെ മനസ്സിലാവും എന്താണ് ആക്ടിവിറ്റിയുടെ ടേമിൽ വരുന്ന സമയത്ത് ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞപ്പോൾ നോർമലി നമ്മൾ കോൺസെൻട്രേഷനെ കാണിച്ചു. പ്രഷർ എന്ന് പാർഷ്യൽ പ്രഷർ പറയുമ്പോൾ ഒരു P ടേം ഇൻക്ലൂഡഡ് ആയി. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. എന്താണ് നമ്മൾ നേരത്തെ P എന്ന് കാണിച്ച പ്ലേസിൽ ആരേ വരുന്നുള്ളൂ? ആക്ടിവിറ്റിയുടെ ടേം, ദാറ്റ് ഇസ് E. സോ ഹിയർ ഓൾസോ ഐ കൺസിഡർഡ് എ ജനറൽ ഇക്വേഷൻ A + B + C + DD. ഇവിടെ ഞാൻ ഫോർവേഡ് റിയാക്ഷൻ കൺസിഡർ ചെയ്തു. ഇവിടെ നോക്കണം, A raised to A into A B raised to B. നേരത്തെ എങ്ങനെയായിരുന്നു? P ആയിരുന്നു അല്ലേ. ഇവിടെ എന്താണ്? A, where A represent the activity. സ്മോൾ ലെറ്റർ A ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, PAയും EAയും സെയിം അല്ലേ എന്ന് വിചാരിക്കും. അല്ല, ഈ ഒരു A നമ്മൾ എഴുതുന്ന സമയത്ത് തന്നെ എന്ത് എഴുതണം? ഒന്നുകൂടെ ബോൾഡായിട്ട് എഴുതണം. ദാറ്റ് മീൻസ് ആക്ടിവിറ്റിയുടെ എന്നൊന്ന് ബോൾഡായിട്ട് എഴുതുക, അല്ലെങ്കിൽ കുറച്ച് സൈസ് കൂടുതലായിട്ട് എഴുതണം. A raised to A into A, B raised to B, then KF into A raised to A into AB raised to B. അതുപോലെ ബാക്ക്വേർഡ് റിയാക്ഷനും കാണിച്ചു. AC raised to C into AD raised to D, which can be shown as KB into AC raised to C into AD raised to D. Normally at equilibrium, RF will be equal to the RB, and the equation can be written in the form KF by KB is equal to K. ഇവിടെ നമ്മൾ നോർമലി ആക്ടിവിറ്റിയുടെ ടേംസിൽ എഴുതുന്ന സമയത്ത് ഒരു സബ്സ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കുന്നില്ല. എന്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ? K. Equilibrium constant is only shown by a letter K. Okay.
which is a c raised to c into a d raised to d divided by a raised to a into a b raised to b. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ദ പ്രോഡക്റ്റ് ഓഫ് the product concentration divided by the reactant concentration. എന്നല്ല ആ ഇക്വേഷനെ കൺസിഡർ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ് കോൺസെൻട്രേഷൻ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, then the K is called the true equilibrium constant or thermodynamic equilibrium constant. ഞാൻ അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ എങ്ങനെ വരും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K is defined as a product of the, ഇതിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ, ഇക്വിലിബ്രിയം ആക്ടിവിറ്റീസ് ഓഫ് ദ പ്രോഡക്ട്സ് divided by the product of the equilibrium activities of the reactant, with each activity term is raised to a power which is a stoichiometric, here a spelling mistake is another. Okay, now it is clear, stoichiometric coefficient of the balanced equation. Okay, well, definition നമ്മൾ പറഞ്ഞു. Next, the last one, equilibrium constant in the terms of mole fractions. ഇനി എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ പറയുന്നില്ല, ജസ്റ്റ് നമ്മൾ മോൾ ഫ്രാക്ഷൻസിൻ്റെ ടേമിൽ പറയുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഇക്വേഷൻ, ജനറലൈസ്ഡ് ഇക്വേഷൻ ആണെങ്കിൽ വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് ഖൈ എന്നാണ് നമ്മൾ കാണിക്കുക, എക്സ് അല്ല ഖൈ എന്നാണ്. കെ ഖൈ വിച്ച് ഇസ് ഈക്വൽ ടു ഖൈ സി റേസ് ടു സി ഇൻറ്റു ഖൈ ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ ഖൈ എ റേസ് ടു എ ഇൻറ്റു ഖൈ ബി റേസ് ടു ബി. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ദ റിയാക്റ്റന്റ് കോൺസെൻട്രേഷൻ. അപ്പോൾ നോർമലി നമ്മൾക്ക് എന്താണ് ഈ ഒരു കാര്യങ്ങൾ അറിയാം. ഡെഫിനേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K is defined as a product of the equilibrium mole fraction of the product divided by product of the equilibrium mole fraction of the reactant, with each activity term is raised to a power. And here the Kx vary with the temperature and also with the pressure. So here we stop terms, or we stop our equilibrium constant in terms of the other factors. അപ്പോൾ ഈ നാല് രീതികൾ മാത്രമേ ഉള്ളൂ. എന്താണ്? equilibrium constant in terms of pressure concentration, then equilibrium constant in the terms of partial pressure, then the other is equilibrium concentration in the terms of activity, and the last one is equilibrium constant in terms of mole fraction. I think it's clear for you.